ടു ലെജൻസ്. നമ്മുടെ ചിതാറിന്റെ വരികയാണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ആട്ടോ. ഇത് നെക്കോട്ട ഫാബ്രിക്, ഇത് ഫുൾ കട്ട് വർക്ക് ഡിസൈൻ, അക്രോബ കട്ട് വർക്ക് മിക്സ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ ഇത് ടോപ്പിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഷോളിലും മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. അക്കോബ സെന്ററിൽ കംപ്ലീറ്റ് കൊടുത്തിട്ട് ബോർഡറിൽ ക്രോസ് സ്റ്റിച്ചും കട്ട് വർക്ക് കൂടെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് പോയിട്ടുണ്ട്. അത് വെച്ച് നോക്കി ഇതിന് വലിയ റേറ്റ് എന്ന് പറയാനില്ല, കാരണം അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ. കളറുകളും നല്ല കളേഴ്സ് ആണ്. ഇത് നല്ലൊരു ലാവണ്ടർ, ലൈറ്റ് ലാവണ്ടർ ടോൺ ആണ്. ഇതിനകത്ത് ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ടോപ്പിന് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലും യോക്ക് പോർഷനിലും ആ ഒരു സെയിം ദുപ്പട്ട കൊടുത്തേക്കുന്ന പോലെ തന്നെ വർക്കുണ്ട്. പിന്നെ ബാക്ക് സൈഡും എല്ലാം ആ ഒരു അക്കോബ ഡിസൈൻ തന്നെയാണ് കേട്ടോ. പിന്നെ ബോട്ടം വരുന്നത് ലൈറ്റ് കളർ, അത് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ്, ഡബിൾ ടോൺ ആണ് വരുന്നത്. തയ്ച്ചിട്ട് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ ചെറിയ കളർ വേരിയേഷൻ കാണും, പക്ഷെ തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. ദുപ്പട്ടയാണ് മെയിൻ ആയിട്ട് അതിൻ്റെ ഒരു ഭംഗിയെ, കാരണം രണ്ട് സൈഡിലും കട്ട് വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ അതിൻ്റെ ഒരു വെയിറ്റ് ഒക്കെ നിങ്ങൾക്ക് അത് ഞാനത് പിടിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നല്ല ഗ്രാൻഡായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് T773, റേറ്റ് വരുന്നത് 2390, 2390. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഒരു ക്രീമും യെല്ലോയും കൂടെ കൂടിയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. നോർമൽ യെല്ലോ അല്ല, കുറച്ചൊരു ഗോൾഡൻ യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടൈപ്പ് കളറാണ്, പക്ഷെ നല്ല കേട്ടോ കാണാനായിട്ട്. നല്ല ഭയങ്കര ഒരു പ്രീമിയം ലുക്കിലുള്ള ഐറ്റമാണ്. നിങ്ങൾക്ക് ശരിക്കും ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിൽക്ക് പോലെയൊക്കെ തന്നെ അതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയാം. സെയിം ഞാൻ പറഞ്ഞ പോലെ ടോപ്പിന്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അക്കോബ ഇത് കൊടുത്തിട്ട് നമ്മുടെ നോർമൽ കോട്ടയേക്കാളും റേറ്റ് കൂടിയ ഫാബ്രിക് ആട്ടോ, കാരണം അത്രയും നല്ല ഒതുങ്ങി കിടക്കും. മെറ്റീരിയൽ നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. കൂടിയ മെറ്റീരിയൽ തന്നെയാണ് അത് മൊത്തത്തിൽ വർക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ലുക്ക് വ്യത്യാസം അതിനുണ്ട്. പിന്നെ ഇതുണ്ടേ എങ്ങനെ ഇട്ടാലും ഒതുങ്ങി കിടക്കുന്ന സൈസ് മെറ്റീരിയലുമാണ്. ബോട്ടം സെയിം കളർ തന്നെ, കോട്ടൺ സിൽക്കിന്റെ മെറ്റീരിയൽ കേട്ടോ. എല്ലാം വാഷ് ചെയ്യാവുന്ന ഐറ്റംസ് തന്നെയാണ്. വാഷ് ചെയ്ത് നമുക്ക് നോർമൽ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. നമ്പർ വരുന്നത് T771, റേറ്റ് സെയിം തന്നെയാണ്, 2390. നമുക്ക് അടുത്ത് വരുന്നത് നല്ലൊരു പിങ്കിന്റെ ഷെയ്ഡാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ചിക്കൻ വർക്കിന്റെ ഒക്കെ ആ ഒരു സ്റ്റൈലില്ലേ, ആ രീതിയിൽ തന്നെ നിൽക്കും. എങ്ങനെ പോയാലും ഒരു 4000-5000 റേഞ്ച് വരുന്ന ഒറിജിനൽ ചിക്കൻ വർക്കിന്റെ അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഫുള്ള് കട്ട് വർക്കും ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് പോലത്തെ ഡിസൈനും നല്ല തിക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും വർക്കുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ നോർമലി കൂടിയ ഐറ്റം വരുന്നതിനകത്ത് ഈ ഒരു കട്ട് വർക്ക് വരുന്ന ഒരു സൈഡിൽ മാത്രമേ കൊടുക്കുള്ളൂ, പക്ഷേ ഇത് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. അത് എന്നിട്ടും ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നല്ല റീസണബിൾ ആണ്. ഫുള്ളായിട്ട് ടോപ്പിലും കംപ്ലീറ്റ് ആയിട്ട് ആ വർക്ക് പോകുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം. ഇതിൻ്റെ നമ്പർ വരുന്നത് T774, റേറ്റ് സെയിം ആണ് എടുത്തത്. നമുക്ക് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ. ഇതും ഒരു ലാവണ്ടറിന്റെ തന്നെ കളർ ചാർട്ടിൽപ്പെട്ട ഒരു കളറാണ്, വയലറ്റ് കൂടിയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയാം. അപ്പോൾ ഇതിന് മാത്രം ബോട്ടം വെച്ചേക്കുന്നത് കോട്ടൺ സിൽക്ക് അല്ല, കുറച്ച് സോഫ്റ്റ് ഒരു സിൽക്ക് ഫാബ്രിക് തന്നെ കറക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശക്കനൊരു ഡാർക്ക് ആണെന്നാലും ചെറിയ ചെറിയ വേരിയേഷനിലാട്ടോ ഈ ഒരു ബോട്ടത്തിന്റെ മെറ്റീരിയൽ കൊടുത്തേക്കുന്നത്. ബാക്കി എല്ലാത്തിനും കോട്ടൺ സിൽക്ക് ആയിരുന്നു. ഇപ്പോൾ ഇത് മാത്രം കുറച്ച് സോഫ്റ്റ് ഫാബ്രിക് ആണ്, നമ്മുടെ സാൻഡൂൺ പോലെയൊക്കെ തോന്നിക്കുന്ന സൈസ് ഫാബ്രിക് ആട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. മെയിനായിട്ട് കളർ നിങ്ങൾ നോക്കിയോ, എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ്, വളരെ സെലക്റ്റീവ് ആയിട്ട് എടുത്തേക്കുന്ന കളേഴ്സ് ആണ്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഒതുങ്ങി കിടക്കും. ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണം, നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് T772, റേറ്റ് വരുന്നത് 2390, 2390.